ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിന് നന്ദി പറയുവിൻ, എന്തെന്നാൽ അവിടുന്ന് നല്ലവനാകുന്നു. 2025 സംഭവബഹുലമായൊരു വർഷം. എത്രമാത്രം നന്മകൾ, അനുഗ്രഹങ്ങൾ, ഒപ്പം വേദനകളും. അവർണ്ണനീയമായ ദാനങ്ങൾക്ക് കർത്താവെ അങ്ങേക്ക് സ്തുതി. പുതിയ വർഷം 2026 ദൈവത്തിൻ്റെ വലിയ ദാനം, ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളം. കഴിഞ്ഞ വർഷം നമ്മോടൊപ്പം ഉണ്ടായിരുന്നവരിൽ പലരും ഇന്ന് നമ്മോടൊപ്പമില്ല. നന്ദിയുടെ ഭാവമാകട്ടെ ഈ പുതുവർഷ പുലരിയിൽ നമ്മുടെ മനസ്സുകളിൽ. ഈ പുതിയ വർഷം 2026 നമ്മുടെ ആശകൾ തളിർക്കുകയും പ്രതീക്ഷകൾ പൂവണിയുകയും ഒരുക്കങ്ങൾ ഫലം ചൂടുകയും ചെയ്യട്ടെ. എല്ലാവർക്കും അനുഗ്രഹീതമായ ദൈവകൃപയുടെ നന്മകളും നിറഞ്ഞ ഒരു പുതിയ വർഷം പ്രാർത്ഥനാപൂർവം സ്നേഹത്തോടെ ആശംസിക്കുന്നു. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. 2 കൊറിന്ത്യൻസ് 5:17. പറയാൻ എളുപ്പമാണ്, എന്നാൽ മറക്കാൻ വിഷമാണ്. എല്ലാം നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. തെങ്ങ്, വാഴ, മറ്റ് ചെടികളുടെ ചുവട്ടിൽ ചപ്പുചവറുകൾ നമ്മൾ ഇടാറില്ലേ? അത് വളമായി മാറുന്നത് പോലെ തമ്പുരാൻ വളമാക്കും. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സർവ്വതും അവിടെ നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഈ വചനം നൽകുന്ന വലിയ വാഗ്ദാനത്തിൽ നമുക്ക് വിശ്വസിക്കാം. ജീവിതം ഒരു ജപമാലയാണ്. അതിൽ സന്തോഷം, ദുഃഖം, മഹിമ, പ്രകാശമെല്ലാം ഉണ്ട്. പുതിയ വർഷം ദൈവത്തിന്റെ കൃപയാണത്, നമ്മുടെ കഴിവല്ല. സമയം, കാലം ഇവയുടെ മേൽ നമുക്ക് അധികാരമൊന്നുമില്ല. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം കാണുന്നു: സമയങ്ങളുടെയും കാലങ്ങളുടെയും മാറ്റം അവിടുന്ന് നിശ്ചയിക്കുന്നു. രാജാക്കന്മാരെ നീക്കുന്നതും വീണ്ടും പ്രതിഷ്ഠിക്കുന്നതും അവിടുന്നാണല്ലോ. ജ്ഞാനിക്ക് ജ്ഞാനവും അറിവുള്ളവന് അറിവും പ്രദാനം ചെയ്യുന്നത് അവിടുന്നാണ്. ആയുസിന്റെ ഉടയവൻ ഒരു വർഷം കൂടി നമ്മുടെ ജീവിതത്തോട് ചേർത്തിരിക്കുന്നു. എന്തൊക്കെയോ സ്വപ്നങ്ങൾ, പദ്ധതികൾ നമ്മളെക്കുറിച്ച് അവിടത്തേക്കുണ്ട്. പുതിയ വർഷത്തിൽ പുതിയ സ്വപ്നങ്ങളും ദർശനങ്ങളും തീരുമാനങ്ങളും നമുക്കുണ്ടാകണം. സ്നേഹമുള്ളവരെ, നാം ഓരോരുത്തരും ഓർക്കണം, വിശ്വസിക്കണം. എൻ്റെ കൂടെ നടക്കുന്ന, എന്നെ തോളിലെടുക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, നെഞ്ചോട് ചേർക്കുന്ന ഒരു ദൈവം എന്നും എപ്പോഴും കൂടെയുണ്ട് എന്ന്. ഒരുപക്ഷെ നമ്മൾ ദുർബലരാകാം, പക്ഷെ ദൈവം സർവശക്തനാണ്. തകർന്നു പോയവരാകാം, ദൈവം പടുത്തുയർത്തുന്നവനാണ്. എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. പ്രിയമുള്ളവരെ, പുതുവർഷത്തിൽ നമുക്ക് വില നൽകേണ്ടവന് വില നൽകാം. വില നൽകുവാൻ പാടില്ലാത്ത ഒന്നിനും വില നൽകാതിരിക്കുവാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ജീവിതത്തിൽ വില നൽകേണ്ട ദൈവത്തിന് വില നൽകി നമ്മൾ ജീവിക്കുമ്പോൾ പുതിയ ജീവദർശനമുണ്ടാകുന്നു. വ്യക്തിജീവിതം ദൈവോന്മുഖമാകുന്നു. കുടുംബം തിരുക്കുടുംബമാകുന്നു. സാന്നിധ്യം അനുഗ്രഹമാകുന്നു. സൂര്യകാന്തി പൂവ് സൂര്യനെ നോക്കുന്നത് പോലെ പുതുവർഷത്തിൽ ദൈവോന്മുഖരായി നമുക്ക് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കാം. സ്നേഹമുള്ളവരെ, പുതുവർഷം നന്മകൾ നിറഞ്ഞ, സന്തോഷവും സമാധാനവും ധാരാളം ദൈവാനുഗ്രഹങ്ങളും നിറഞ്ഞ ഒരു വർഷമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവം ഈ പുതുവർഷത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.